വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാട്ടിൻപുറത്തെ നമ്മുടെ ജീവിത രീതികളും അപ്പോൾ എൻ്റെ അടുക്കള കാര്യങ്ങൾ കുറച്ച് ഗാർഡനിങ്ങും അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയ ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത്തരം വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് തന്നേക്കണേ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കഞ്ഞിക്ക് തോരൻ വയ്ക്കാനായിട്ട് ചീരച്ചേമ്പിൻ്റെ ഇല പറിക്കാനായിട്ട് പോയതാണ് കേട്ടോ. ഇതിൻ്റെ തണ്ടും ഇലയും തോരൻ വയ്ക്കും. നമുക്ക് മഴക്കാലത്തൊക്കെ ഇലക്കറികളൊക്കെയാണല്ലോ പ്രധാനം. അപ്പോൾ ഇന്ന് എന്തായാലും കഞ്ഞിയുടെ കൂടെ ചീരച്ചേമ്പിൻ്റെ ഇല തോരൻ വയ്ക്കാമെന്ന് കരുതി. നല്ല ഫ്രഷായിട്ടാണ് ഇലയൊക്കെ നിൽക്കുന്നത്. ഒട്ടും പൊടിയോ ചെളിയോ ഒന്നും ഇല്ല, മഴയൊക്കെ പെയ്തതുകൊണ്ട്. അപ്പം ഞാനതിൽ നിന്ന് ഒരു 5-6 ഇല കണ്ടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇതിൻ്റെ തണ്ടും തോരൻ വയ്ക്കാൻ നല്ലതാണ്, ചാറുകറി വയ്ക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പം മുറിച്ചെടുത്ത ഇല ഞാൻ ഒന്നുകൂടി ഒന്ന് കഴുകിയാണ് എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ ഇനി ഇല തോരൻ വയ്ക്കട്ടെ, എന്നിട്ട് ഉച്ചക്കത്തേക്ക് കഞ്ഞി കുടിക്കാനായിട്ടാണ്. അപ്പോൾ ഇനിയും കുറച്ചുകൂടി ജോലികളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ കാലത്തേക്ക് കാപ്പിക്ക് ഉണ്ടാക്കിയത് അപ്പവും മുട്ടക്കറിയായിരുന്നു. പിന്നെ അവർക്ക് ബീൻസ് തോരനൊക്കെ വെച്ചിട്ട് തലേ ദിവസത്തെ മീൻകറി മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ചോറൊക്കെ കൊടുത്തു വിട്ടത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അച്ചാറൊക്കെ എപ്പോഴും ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ചോറ് കൊടുത്തു വിടുന്ന സമയത്ത് ഇത്തിരി കറി കുറവാണെങ്കിലും അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വിടാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഈ ചീരച്ചേമ്പിൻ്റെ ഇല എല്ലാവരും തോരൻ വെച്ച് കഴിച്ചിട്ടുള്ളതാണോ? നമുക്ക് ഈ ഇലയുടെ കൂടെ മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കഞ്ഞിക്കായതുകൊണ്ട് മുട്ട ഒഴിക്കാതെ വെറുതെ തേങ്ങയൊക്കെ ഒതുക്കിയിട്ടിട്ടാണ് വയ്ക്കാനായിട്ട് പോകുന്നത്. തേങ്ങയും ജീരകം, മഞ്ഞൾപ്പൊടി, കാന്താരി മുളക് എല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുത്തിട്ട് തോരൻ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നു. കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം കേട്ടോ. ഞാൻ ആദ്യ സമയത്തൊക്കെ കൂടുതലും പച്ചക്കറി സംബന്ധമായിട്ടുള്ള പിന്നെ കുറച്ച് പൂച്ചെടികളുടെ വളങ്ങൾ ചെയ്യുന്നത്, പച്ചക്കറിക്ക് വളം ചെയ്യുന്ന അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് കൂടുതൽ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് പൂച്ചെടികളുണ്ടെങ്കിലും പച്ചക്കറിയൊന്നും അങ്ങനെയില്ല. ഒന്നാമത്തെ കാര്യം, മഴയുടെ സമയത്ത് പച്ചക്കറികൾ എത്ര പുറകെ നടന്നാൽ പോലും അതൊന്നും കിട്ടത്തില്ല. പാവലൊക്കെ കയറി വന്നപ്പോഴത്തേക്കും തന്നെ മഴയായപ്പോൾ അത് പോയി. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ വർഷം എനിക്ക് അത് തന്നെയാണ് സംഭവിച്ചത്. പിന്നെ 2-3 പച്ചമുളക്, വഴുതനയൊക്കെ നിൽപ്പുണ്ട്. ഇനി ഈ മഴയൊക്കെ കഴിഞ്ഞിട്ട് വേണം കുറച്ച് ചീരയോ അങ്ങനെയുള്ളതൊക്കെ നടാൻ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്ക് വെയിലേറ് കുറവാണ്. 5-6 മണിക്കൂറെങ്കിലും വെയിലേറ് ഒക്കെ ഉള്ള സ്ഥലത്താണ് നമുക്ക് പച്ചക്കറിയൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒട്ടും തന്നെ വെയിലേറില്ല. ഈ ഫ്രണ്ട് വശത്താണ് കുറച്ച് വെയിലേറ് വരാറുള്ളൂ. അവിടെ നമ്മളിപ്പം മുൻവശത്താണല്ലോ, അതുകൊണ്ട് ചെടിയൊക്കെയാണ് വെച്ച് പിടിപ്പിച്ചേക്കണേ. മുറ്റം കുറവാണ് കേട്ടോ. ഇത് നമ്മുടെ മുൻവശത്തെ സ്ഥലമാണിത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വ്ലോഗ് ചെയ്യുമ്പോൾ കാണാറുണ്ടല്ലേ, താഴെ ഒരു കൈത്തോടാണ്, ചെറിയൊരു തോട് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിലെ ചെടിയെല്ലാം ഒന്ന് മാറ്റണം എന്നോർത്താണ് ഇരിക്കുന്നത്. നമ്മുടെ ആ പുറകുവശത്തെ മുറ്റത്ത് നിന്നിരുന്ന കാട് പിടിച്ച് നിന്നിരുന്ന ചെടികളെല്ലാം ഇന്നലെ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പാമ്പ് വരുന്നുണ്ട്. അടുക്കള വശത്തൊക്കെ പാമ്പ് വന്നായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതുകൊണ്ട് ഈ മുറ്റത്തിൻ്റെ ഈ സൈഡിൽ നിന്നൊക്കെ ഇതൊന്ന് മാറ്റണം എന്നോർത്താ. ഒരു ദിവസം വെള്ളം ഒഴിച്ച് വന്നപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം കൊണ്ടൊരു ചെറിയ പാമ്പ്. അപ്പോഴത്തേക്കും ഞാൻ ഓടിയത് കണ്ടപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ അടുക്കള വശത്ത് ബാത്റൂമിൻ്റെ ഭാഗത്തായിട്ട് ഒരെണ്ണം വന്നു. താഴെ ഈ തോടും കണ്ടും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും മിക്കവാറും ചേരപ്പാമ്പിനെ ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ ഈ വശത്തൊക്കെ. ഇതുപോലെ ഉണ്ടല്ലോ, നമുക്ക് ചെറിയ ചിരട്ടയിൽ, പ്ലാസ്റ്റിക് ചിരട്ടയിലായിരുന്നു കേട്ടോ ഇതുപോലെ ടർട്ടിൽ വെയിൻ അപ്പുറ വസ്തു ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവനും താഴേക്ക് പോകുന്നു. അതിൻ്റെ ഭാരം കൂടിയിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അതുപോലെ തന്നെ എടുത്ത ചിരട്ടയ്ക്കകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് അവിടെ വെച്ചിട്ടുണ്ട്. മുറ്റത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് തന്നെ കയറി പോന്നു. അപ്പോൾ അതാ ചീരച്ചേമ്പൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രം കൂടെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം കഴുകി ഒതുക്കി വെച്ചു. അപ്പോഴേക്കും എൻ്റെ രാവിലത്തെ എല്ലാ കാര്യങ്ങളും തന്നെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ പതിവ് പോലെ തന്നെ എഡിറ്റിങ്, വോയിസ് ഓവർ കൊടുക്കൽ, സമയം കുറേ വേണം എല്ലാത്തിനും കൂടെ. ചെറിയ വ്ളോഗാണെങ്കിൽ കൂടി അതിന് നല്ല സമയം എടുത്തിട്ട് നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് കേട്ടോ അതെല്ലാം ചെയ്യുക. അപ്പോൾ എന്നെപ്പോലെ ഇത് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് കേട്ടാൽ മനസ്സിലാകും. അപ്പോൾ കാണാനായിട്ടൊക്കെ ആൾക്കാർ കയറുന്നുണ്ട്, പക്ഷേ സ്കിപ്പ് അടിച്ച് പോകുന്നതുകൊണ്ടായിരിക്കും നമ്മുടെ വീഡിയോസ് അധികം ആൾക്കാരുടെ അടുത്തേക്കൊന്നും എത്തുന്നില്ല. അപ്പം തമ്പനയിൽ കണ്ട് അതിൽ കയറി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്കിപ്പ് അടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അധികം ഒന്നും റീച്ച് ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കഷ്ടപ്പെടുന്നത്, എഫർട്ട് ചെയ്യുന്നതൊക്കെ വെറുതെ ആയി പോകാറാണ് പതിവ്. അപ്പോൾ നമ്മളെപ്പോലെ ഈ കൊച്ചു കൊച്ചു വ്ലോഗ് ചെയ്യുന്നവരെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എല്ലാവരുടെയും കൂടെ കാര്യമാണ് പറഞ്ഞത്.
ഇതുപോലെ കൊച്ചു കൊച്ചു വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണേ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.